ശ്രീ പോകുന്നതും നോക്കി കാശിയും ഡവിയും നോക്കി നിന്നു. ഇനി എന്തു ചെയ്യും ഡവി? നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണോ? അതിനവനൊന്ന് ചിരിച്ചു. ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഭദ്രയുടെയും മോൻ്റെയും കൂടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ താമസിക്കും? നീ അവളുടെ വീടിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു വീടുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്ക് എന്ന് പറഞ്ഞവൻ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. ഡാ, അവൾ നമ്മുടെ ഒപ്പം വരുമോ? എനിക്ക് തോന്നുന്നില്ല. നിനക്കറിയില്ലേ, അവളന്ന് എല്ലാവരുടെയും കാൽ പിടിച്ച് കരഞ്ഞതാണ്. നമ്മൾ അവളെ വിശ്വസിക്കാതെ ആട്ടിയിറക്കിയില്ലേ? അത് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതിൻ്റെ ഇടയിൽ കയറി കളിച്ച ആളെ കണ്ടുപിടിക്കണം. വെറുതെ വിടില്ല ഈ ഡേവിഡ് എബ്രഹാം എന്ന് പറഞ്ഞവൻ കാശിയെ നോക്കി. കാശി ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് വിളിച്ചു. കുറച്ചു നേരം സംസാരിച്ച് പിന്നെ ഫോൺ വെച്ച് ഡേവിഡ് അടുത്തേക്ക് വന്ന് കണ്ണിറുക്കി അടിച്ച് കാണിച്ചു. ഒരു വീടുണ്ട്, ചെറുതാ. ശ്രീയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഗോപാലൻ എന്ന അയാളുടെ പേര്. ആ നാട്ടിലെ അത്യാവശ്യം പണക്കാരനാണ്. ഭാര്യ വിമല, പിന്നെ ഒരു മകള് മീര എന്നിവരാണ് അവിടെ താമസിക്കുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് അവിടെ പോവാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിൽ കയറി പോയി. ശ്രീ വീട്ടിലെത്തിയപ്പോഴേക്കും കുഞ്ഞൂട്ടൻ ഉറങ്ങി. അവൾ കുഞ്ഞൂട്ടനെ തൊട്ടിയിൽ കിടത്തി. കുളിച്ചു കഴിഞ്ഞ് വീട്ടിൽ പുറത്തേക്കിറങ്ങി തൊഴുത്തിൻ്റെ അവിടേക്ക് പോയി. 2 പശുവുണ്ട് ശ്രീക്ക്. 2 പശുക്കളെയും പാൽ കറക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് അപ്പുണ്ണിയേട്ടനാണ്. ആരുമില്ലാത്തൊരു മനുഷ്യൻ തന്നെ പോലെ ബാലച്ചൻ കടയിൽ ഒരു സഹായത്തിന് നിർത്തി. രാവിലെ പാല് കറന്ന് പശുവിനുള്ള പുല്ല് വെട്ടി അതിനെ കുളിപ്പിക്കുകയും തൊഴുത്ത് വൃത്തിയാക്കി തന്നു പോവും. ഇന്നും ചെയ്തിട്ടുണ്ട്. അവൾ വീടിൻ്റെ ബാക്കിലേക്ക് നടന്നു. അവിടെ ചെറിയ രീതിയിൽ പച്ചക്കറികളുണ്ട്. അതിൽ നിന്ന് വീടിന് ആവശ്യത്തിനുള്ളതും പിന്നെ വിൽക്കാനും കിട്ടും. അതേനും നോക്കുന്നത് ശ്രീകുട്ടി തന്നെ, കൂടെ അപ്പുണ്ണിയേട്ടനും. അയാൾക്ക് ശ്രീകുട്ടി മോളെ പോലെയാണ്. അയാൾക്ക് സംസാരിക്കാൻ അറിയില്ല. ശ്രീ പച്ചക്കറികളും എടുത്ത് മുറ്റത്തേക്ക് വന്നു. അപ്പോഴാണ് മീര അവിടേക്ക് വന്നത്. മീര ശ്രീയെ കണ്ട് പുച്ഛിച്ചു. ശ്രീ അത് കാര്യമാക്കിയില്ല. അല്ലെങ്കിലും തന്നെ ഇവിടെയുള്ള ചിലർക്ക് കണ്ണിൽ പിടിക്കില്ല. അത് താൻ കാര്യമാക്കാറില്ല. ശ്രീ ചിരിച്ചുകൊണ്ട് മീരയുടെ അടുത്തേക്ക് ചെന്നു. എന്താ മീര, എന്തെങ്കിലും വേണോ? അല്ലാതെ നീ ഇവിടേക്ക് വരാറില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിൽ പുതുതായി താമസിക്കാൻ വരുന്നവർക്ക് ഫ്രഷായിട്ട് പച്ചക്കറികൾ വേണം, പിന്നെ പാലും വേണം. അത് പറയാൻ വന്നതാ. നീയല്ലേ എല്ലായിടത്തും കൊടുക്കുന്നത്, അതുകൊണ്ട് അച്ഛൻ നിന്നോട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞവൾ തിരിച്ചുപോയി. ശ്രീ ഓരോ ജോലി ചെയ്തുകൊണ്ടിരുന്നു. കുഞ്ഞൂട്ടൻ എണീറ്റാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര കുറുമ്പനാണ്. ഒരു നിമിഷം അവൾ ഡെവിനെ ആലോചിച്ചു. തൻ്റെ വയറിൽ നിന്നും സാരി നീക്കി അവിടെ ചുംബിച്ചുകൊണ്ട്, എനിക്കൊരു കുഞ്ഞു വാവയെ വേണം ഭദ്രേ, നിന്നെ പോലൊരു കുറുമ്പി പെണ്ണിനെ. അല്ല, ഇച്ചായനെ പോലൊരു കുറുമ്പനെ മതി എനിക്ക്. ശ്രീകുട്ടി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടതും അവൻ അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു. കുഞ്ഞൂട്ടൻ്റെ കരച്ചിൽ കേട്ട് ശ്രീകുട്ടി ഞെട്ടി. താൻ പിന്നെയും പഴയ കാര്യങ്ങൾ ആലോചിച്ചു. ഒന്നും വേണ്ട തനിക്ക്, തൻ്റെ മോന് മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കുഞ്ഞിനെ പൊതിഞ്ഞെടുത്തു. അമ്മയുടെ ആതുട്ട എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് പാല് കൊടുത്തു. പിന്നെ അവൾ പുറത്തുനിന്ന് വന്ന് അടുത്തു തന്നെ മീരയുടെ വീടാണ്. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്കൊരു കാറ് വന്ന് നിന്നത്. അതിൽ നിന്ന് കാശിയും ഡവിയും ഇറങ്ങി. ഡവിയെ കണ്ടതും മീരയുടെ കണ്ണ് വിടർന്നു. അവൾ വിമലയെ നോക്കി. വിമലയുടെ കണ്ണുകൾ അപ്പോൾ വില കൂടിയ കാറിലായിരുന്നു. സർ വരണം. ഗോപാല അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. സർ, അതാണ് വീട്, പിന്നെ ഇതെന്ന് പറഞ്ഞ് വിമലയെയും മീരയെയും പരിചയപ്പെടുത്തി. കാശിയെല്ലാം കേട്ട് മൂളുന്നുണ്ട്. ഡവി പിന്നെ അത് തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശ്രീകുട്ടിയുടെ വീട്ടിലേക്ക് കണ്ണു പോകുന്നുണ്ട്. അപ്പോഴാണ് ശ്രീകുട്ടി ആതുട്ടനുമായി പുറത്തേക്ക് വന്നത്. ഡേവിഡിൻ്റെ കണ്ണ് അവിടേക്ക് പോയി. ആതുട്ടൻ ശ്രീകുട്ടിയെ അടിക്കുന്നുണ്ട്. ഒരു മുണ്ടുടുപ്പിച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞ് വരുന്നതാണെന്ന് തോന്നുന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞു. തൻ്റെ ഒപ്പം കഴിയേണ്ടവർ. അവൻ്റെ കണ്ണ് പോവുന്നിടത്തേക്ക് മീരയും അവളുടെ അമ്മയും നോക്കി. അവിടെ നിൽക്കുന്ന ശ്രീയെ കണ്ട് മീരയുടെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു. അവൾ അവളുടെ അമ്മയെ നോക്കി. അവർ കണ്ണടച്ച് കാണിച്ചു. വിമല ശ്രീകുട്ടിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഡെവിയുടെ അടുത്തേക്ക് നടന്നു. മോനെ ആരെ നോക്കുവാണ്? ഡെവി ഞെട്ടി. അത് ഞാൻ ആ കുഞ്ഞിനെ നോക്കുവാണ്. അവിടേക്കൊന്നും നോക്കാതെ മോനെ, അവിടെയുള്ളവർ അത്ര നല്ലതൊന്നുമല്ല. ഡെവി നെറ്റി ചുളിച്ച് അവരെ നോക്കി. അത് അവിടെ രാത്രിയായാൽ പലരും വരാറുണ്ട്. അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. ആ പെണ്ണ് ഇവിടേക്ക് വരുമ്പോൾ തന്നെ അതിന് വയറ്റിലുണ്ടായിരുന്നു. പോക്ക് കേസാണെന്ന് തോന്നുന്നു.
അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കാണേണ്ടതല്ലേ എന്ന് പറഞ്ഞു നോക്കിയതും ഡേവിഡിൻ്റെ മുഖത്തേക്കാണ്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കാശിക്കും ദേഷ്യം വന്നു. അവനത് അടക്കി നിർത്തി ഡെവിയുടെ അടുത്തേക്ക് പോയി അവൻ്റെ കയ്യിൽ പിടിച്ചു. ഡെവി, ഇപ്പൊന്നും പറയാൻ നിൽക്കണ്ട, ഇവിടെ നിന്നിറങ്ങിപ്പോയ വേറെ വീടില്ല എന്ന് പറഞ്ഞു. അവൻ ഡെവിയെ നോക്കി കണ്ണുകൾ അടച്ചു. അവൻ്റെ ദേഷ്യം തീർക്കാൻ നോക്കി. അവൻ്റെ കണ്ണിൽ ആദുട്ടൻ്റെ മുഖം തെളിഞ്ഞു. അവൻ്റെ ചുണ്ടിലൊരു ചിരി മിന്നി. അവൻ ചിരിക്കുന്നത് കണ്ടതും വിമലയ്ക്കും മീരയ്ക്കും സമാധാനമായി. അപ്പോഴാണ് അവിടേക്കൊരു സ്ത്രീ വന്നത്. അവരെ കണ്ടതും വിമല അവരോട് ബാഗ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോയി. കൂടെ തന്നെ മീരയും. അവർ ബാഗ് എടുക്കാൻ പോയതും ഡെവിയും കാശിയും അവരെ സംശയത്തോടെ നോക്കി. അത് മനസ്സിലായ പോലെ, ഞാനിവിടുത്തെ ജോലിക്കാരിയാണ്, പേരമ്പിളി എന്ന് പറഞ്ഞ് അവർ ബാഗെല്ലാം എടുത്ത് ഉള്ളിലേക്ക് പോയി. പിന്നാലെ കാശിയും ഡെവിയും. മക്കൾക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, പിന്നെ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് തിരിയുന്നത് കണ്ട് ഡെവി കാശിന് വേണ്ടിയാണ് എന്ന് വിചാരിച്ച് ക്യാഷ് എടുത്തു കൊടുത്തതും, അയ്യോ മോനെ, എനിക്ക് ക്യാഷ് വേണ്ട, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. വിമല പാറുമോളെ പറ്റി പറയുന്നത് ഞാൻ കേട്ടു. ആ കുഞ്ഞൊരു പാവമാണ്. അവളെ പോലെ ഒരു പെൺകുട്ടിയെയും ഞാൻ കണ്ടിട്ടില്ല. ഇത്ര ചെറുപ്പത്തിൽ തന്നെ അത് അനുഭവിക്കാത്ത ഒന്നുമില്ല. ഇവിടെയുള്ള പകൽമാന്യന്മാർ രാത്രിയായാൽ അവിടെ വാതിൽ മുട്ടിൽ പോലും ബാലനും കമലയും നേരം വൈകിയ കടയിൽ നിന്ന് വരൂ. അതുവരെ ആ കുഞ്ഞൊറ്റയ്ക്കാവും ഇവിടെ ഉണ്ടാവുക. ഒരു ദിവസം വിമലയുടെ അനിയൻ പാറുമോളെ കയറി പിടിക്കാൻ നോക്കി. അന്ന് മോൾ അയാളെ അരിവാള് കൊണ്ട് വെട്ടി. അവിടുന്ന് മുതൽ വിമലയ്ക്കും മീരയ്ക്കും പാറുമോളെ കണ്ടൂടാ എന്ന് പറഞ്ഞ് അമ്പിളി അവരുടെ മുഖത്തേക്ക് നോക്കിയതും ഡേവിഡിൻ്റെയും കാശിയുടെയും കണ്ണ് തള്ളി നിൽക്കുന്നു. പാറുമോള് ജീവിക്കുന്നത് തന്നെ കുഞ്ഞുട്ടന് വേണ്ടിയാണ്. ആ കുട്ടി ചെയ്യാത്ത ജോലിയില്ല എന്ന് പറഞ്ഞ് അവൾ അനുഭവിച്ചതും അവൾ ചെയ്യുന്ന ജോലിയും അവർ പറഞ്ഞു കൊടുത്തു. അവളാണ് അമ്മ, അല്ലെങ്കിൽ അവൾക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കാമായിരുന്നു. അവളത് ചെയ്തില്ല. കുഞ്ഞൂട്ടനെ വയറ്റിലുണ്ടായിരിക്കുമ്പോൾ തന്നെ അവൾ പല ജോലിയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും കുഞ്ഞിനെ കളയാൻ പറഞ്ഞു. അതൊന്നും കേൾക്കാതെ, തനിക്ക് ദൈവം തന്നതാണ് ഇവനെ, ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം എൻ്റെ മോനും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ബാലൻ അവളോട് വേറെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാണ്. അവൾ അതിനൊന്നും സമ്മതിച്ചില്ല. എനിക്കൊറ്റയ്ക്ക് ജീവിക്കാൻ ഒരാണിൻ്റെ ആവശ്യമില്ല എന്നായിരുന്നു അവളുടെ മറുപടി എന്ന് പറഞ്ഞ് അമ്പിളി പുറത്തേക്ക് പോയി. ശ്രീയുടെ കാര്യങ്ങൾ കേട്ട് ഡെവിയുടെയും കാശിയുടെയും കണ്ണ് നിറഞ്ഞു. അവളെ തങ്ങളിൽ നിന്നും പിരിച്ചവരെ കയ്യിൽ കിട്ടിയ അവരെ വെറുതെ വിടില്ല. രണ്ടുപേരുടെയും മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അപ്പോഴാണ് അവിടേക്ക് മീര വന്നത്. ഇച്ചായ, അവളുടെ ആ വിളിയിൽ കാശി ഞെട്ടി. പിന്നെ ഡെവിയെ നോക്കി. അവൻ്റെ മുഖം കണ്ട് കാശി ഉമിനീരിറക്കി. ഇവൾക്ക് എന്തിൻ്റെ കേട് എൻ്റെ ദേവിയെ, അവൻ ഈ പെണ്ണിനെ കൊല്ലുമെന്ന് തോന്നുന്നത്. അതും പറഞ്ഞു തിരിഞ്ഞതും അതാ നിൽക്കുന്ന ശ്രീകുട്ടി ഭദ്രകാളിയായി. അവൻ മീരയെ ഒന്ന് നോക്കി. ഒന്നും അറിയാതെ ഡേവിഡിൻ്റെ അടുത്ത് കൊഞ്ചുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. കാശി ഡേവിഡിനെ നോക്കി അവനും മീരയുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ശ്രീയെ നോക്കി ഒന്ന് കള്ളച്ചിരി ചിരിക്കുന്നുണ്ട്. അതുകൂടി കണ്ടതും കാശിയുടെ ബോധം പോയ പോലെയായി. മീര, അതൊരലർച്ചയായിരുന്നു. മീര ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കൂടെ ഡേവിഡും. അവിടെ നിൽക്കുന്ന ശ്രീയെ കണ്ടതും മീര പുച്ഛിച്ചു. എന്താ പാർവതി, ഇങ്ങനെയാണ് ഒരു വീട്ടിലേക്ക് കയറി വരുന്നത്? കോളിംഗ് ബെൽ അടിച്ചിട്ട് വന്നുകൂടെ നിനക്ക്? അത് പോട്ടെ, എന്തിനാ നീ എന്നെ വിളിച്ചു കൂവിയത്? അത് ഞാൻ, അവൾ വിക്കിക്കൊണ്ട് മറുപടി പറയാൻ നോക്കി. അത് കണ്ടതും ഡേവിഡിൻ്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി മാഞ്ഞത് കണ്ടു. ശ്രീകുട്ടിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇത് തരാൻ വന്നതാണ് എന്ന് പറഞ്ഞ് പച്ചക്കറി മീരയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അവൾ പോകുന്നത് നോക്കി നിൽക്കുന്ന ഡേവിഡിൻ്റെ കണ്ണ് മീരയ്ക്ക് ദേഷ്യം വന്നു. ഇച്ചായ, അമ്മ പറഞ്ഞത് സത്യമാണ്. അവൾ കണ്ണിൽ കണ്ട കാണുങ്ങളെ വിളിച്ചു വീട്ടിൽ കയറ്റും. പിന്നെ അവളുടെ കുഞ്ഞിൻ്റെ തന്തയാരെന്ന് പോലും അവൾക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതും മീരയുടെ കവിളിൽ അടി വീണിരുന്നു. ഡെവിയും കാശിയും ഞെട്ടി നോക്കുമ്പോൾ കൈകുടയുന്ന ശ്രീയെയാണ് അവർ കാണുന്നത്. ഒരു നിമിഷം മീര പകച്ചു. പിന്നെ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവളുടെ മുഖത്തേക്ക് അടിക്കാൻ നോക്കിയതും ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചു. നിനക്കിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും കിട്ടിയത് നീ എന്നെ പറഞ്ഞതുകൊണ്ടും പിന്നെ എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ് എന്ന് എനിക്കറിയാം. അതാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞവൾ തിരിഞ്ഞു പോവാൻ തുടങ്ങിയതും അവൾ ഒന്ന് നിന്നു. പിന്നെ മീരയുടെ അടുത്തേക്ക് വന്നു. അല്ല മീര, നിന്നെയും നമ്മുടെ വടക്കേ പറമ്പിലെ രജീഷുമായി ഹോട്ടൽ മുറിയിൽ പിടിച്ചു എന്ന് കേട്ടു. ഉള്ളതാണോടി?
അത് കേട്ടത് മീരയുടെ മുഖം വിളറി വെളുത്തു. അവൾ ഡേവിഡിനെ നോക്കി. അവരുടെ നോട്ടം എവിടേക്ക് തന്നെയാണ് എന്ന് കണ്ടപ്പോൾ മീര തലതാഴ്ത്തി നിന്നു. താൻ അവരുടെ മുന്നിൽ നാണം കെട്ട പോലെ തോന്നി അവൾക്ക്. അവൾ പകരിയുന്ന കണ്ണുകൊണ്ട് ശ്രീയെ നോക്കി. പിന്നെ ഇത് നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാണ്. നീയും നിന്റെ അമ്മയും എന്നെ കുറച്ചു മുമ്പ് ചൊറിയാൻ നോക്കുന്നത് അത് ഞാൻ കണ്ടു. നിന്റെ ചൊറിച്ചിൽ മാറ്റി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ശ്രീകുട്ടി ഡേവിഡിനോടും കാശിയോടും മിണ്ടാതെ നിന്നു. അതിൻ്റെ ഇടയിൽ ബാലനുമായി അവർ രണ്ടുപേരും നല്ല രീതിയിൽ അടുത്തു. വൈകുന്നേരം കാശിയും ഡേവിഡും കൂടെ നാട് കാണാൻ ഇറങ്ങി. കൂടെ ബാലനുമുണ്ട്. ബാലനെ വിളിക്കാൻ ശ്രീകുട്ടിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ മുറ്റത്ത് ആദൂട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പിങ്ക് കളർ ഉടുപ്പാണ് വേഷം. ആദൂട്ടനെ കണ്ടതും ഡേവിയുടെ കണ്ണ് വിടർന്നു. അവൻ ആദൂട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. കയ്യിലൊരു മഞ്ഞ താറാവിൻ്റെ ടോയി കൊണ്ട് കളിക്കുന്നുണ്ട്. തൻ്റെ പൊന്നോമനയെ കണ്ട് കണ്ണ് നിറച്ച് കാണുകയായിരുന്നു ഡേവിഡ്. ഓടിപ്പോയി ആദൂട്ടനെ എടുത്തു. ആദ്യം പെട്ടെന്ന് ഞെട്ടി. പിന്നെ ആ കുഞ്ഞുമുഖത്ത് ദേഷ്യം വന്നു. താൻ കളിക്കുന്നത് ശല്യപ്പെടുത്തിയത് കൊണ്ട് ആദൂട്ടൻ്റെ ചുണ്ട് കൂർത്തു. അവൻ കയ്യിലുണ്ടായിരുന്ന താറാവിൻ്റെ ടോയി കൊണ്ട് അവൻ്റെ മൂക്കിനിട്ട് ഇടി കൊടുത്തു. ഡേവിഡിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അവൻ ആദൂട്ടനെ താഴെ ഇറക്കി കണ്ണടച്ചു മൂക്കിൽ പിടിച്ചു. അത് കണ്ട് കാശി ചിരിച്ചു. ഡേവി, നിനക്ക് അങ്ങനെ വേണം. കാശിയുടെ ചിരി കണ്ട് ആദൂട്ടനും കൈകൊട്ടി ചിരിച്ചു. എൻ്റെ വിത്തായിപ്പോയി, അല്ലെങ്കിൽ ഞാനെടുത്ത് കിണറ്റിലിട്ടേനെ എന്ന് പറഞ്ഞവൻ ആദൂട്ടനെ നോക്കി. എവിടെ, പുള്ളിക്കാരൻ വീണ്ടും പണിപ്പുരയിലാണ്. ഡെവിക്ക് സങ്കടം തോന്നി. തൻ്റെ മോൻ താൻ അവൻ്റെ അച്ഛനാണ് എന്ന് പോലും അറിയില്ല. എന്തു വിധിയാണ്. ഒരേ സമയം അവന് സന്തോഷവും സങ്കടവും തോന്നി. സന്തോഷം തൻ്റെ മോനെ കണ്ടതുകൊണ്ട്, സങ്കടം തൻ്റെ ഭദ്രയുടെ ഒപ്പം നിൽക്കേണ്ട സമയത്ത് അവളെ തനിച്ചാക്കിയതിനും. അവനോട് തന്നെ അവന് ദേഷ്യം തോന്നി. അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ്റെ കണ്ണ് നിറഞ്ഞതും ആദൂട്ടൻ്റെ മുഖം മാറി. കാലിലെന്തോ വലിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ഡെവി തൻ്റെ ചിന്തയിൽ നിന്ന് പുറത്തു വന്നത്. അവൻ നോക്കുമ്പോൾ അതാ തൻ്റെ മുണ്ടിൽ പിടിച്ചു വലിക്കുന്ന ആദൂട്ടൻ. അവൻ്റെ കുഞ്ഞി കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് അവൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. ആദൂട്ടൻ്റെ കുഞ്ഞി കൈകൾ കൊണ്ട് ഡേവിഡിൻ്റെ മൂക്കിൽ തൊട്ട് ഡേവിഡ് ഒന്ന് കണ്ണടച്ചു പിടിച്ചു. തൻ്റെ കവിളിൽ എന്തോ തണുപ്പ് പോലെ തോന്നി. ഡേവിഡ് കണ്ണു തുറന്നു. തൻ്റെ കവിളിൽ ചുംബിക്കുന്ന ആദൂട്ടൻ. ഡേവിയുടെ കണ്ണ് നിറഞ്ഞു. തൻ്റെ മോൻ്റെ ചുംബനം. അവൻ ആദൂട്ടനെ വാരിയെടുത്ത് ചുംബനം കൊണ്ട് പൊതിഞ്ഞു. അത് കണ്ട് കാശിയുടെ കണ്ണ് നിറഞ്ഞു പോയി. ഡേവിഡ് കുഞ്ഞുട്ടനെ എടുത്തു. നമുക്ക് പുറത്തു പോവാം, വണ്ടിയിൽ പോവാം. അത് കേട്ടതും കുഞ്ഞുട്ടൻ്റെ കുഞ്ഞിക്കണ്ണ് വിടർന്നു. അവൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഡേവിഡ് വേഗം അവനെയും കൊണ്ട് പുറത്തേക്ക് പോവാൻ നിന്നതും അവിടെ നിൽക്കുന്ന ശ്രീയെ കണ്ട് ഞെട്ടി. ശ്രീ അപ്പോഴും അവളുടെ നോട്ടം കുഞ്ഞൂട്ടൻ്റെ മുഖത്തേക്കായിരുന്നു. ഡേവിഡിനെ നോക്കുന്നുണ്ട്. അവൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് ഡേവിഡിൻ്റെ മുഖത്ത് തഴുകുന്നുണ്ട്. അവൾ ഓടി വന്നുകൊണ്ട് കുഞ്ഞൂട്ടനെ എടുത്തുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. കാശിയും ഡേവിയും ശ്രീകുട്ടിയുടെ പ്രവൃത്തിയിൽ തറഞ്ഞു നിന്നു. ബാലനും അത് കണ്ടിരുന്നു. അയാൾ ഡേവിഡിനെ നോക്കി. അവൻ്റെ നിറഞ്ഞ കണ്ണ് കണ്ടതും ബാലൻ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് കുഞ്ഞൂട്ടൻ്റെ ശബ്ദം കേട്ട് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞൂട്ടനെ ഉടുപ്പെടുത്തു കൊടുത്തുകൊണ്ട് വരുന്ന ശ്രീകുട്ടിയെയാണ് കണ്ടത്. ശ്രീ ബാലൻ്റെ അടുത്ത് പോയി കുഞ്ഞൂട്ടനെ അയാളുടെ കയ്യിൽ കൊടുത്തു. അച്ഛാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞവൾ കുഞ്ഞൂട്ടനെ ബാലൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. ഡേവിഡ് ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ കുഞ്ഞിനെ കൊണ്ടുവന്നത് തനില്ല എന്ന് തന്നെയായിരുന്നു അവൻ വിചാരിച്ചത്. പിന്നെ അവൻ കാശിയെ നോക്കി. അവിടെ എന്തോ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഡേവിഡ് അവനെ നെറ്റിച്ചുളിച്ചുകൊണ്ട് നോക്കി. അതിന് കാശി ഡേവിഡിനെ കണ്ണിറുക്കി അടച്ചു കാണിച്ചു. അപ്പോഴേക്കും ബാലനും കുഞ്ഞൂട്ടനും അവരുടെ അടുത്തേക്ക് വന്നു. ഡേവിഡ് കുഞ്ഞിനെ വാരിയെടുത്ത് കാറിലേക്ക് കയറി. പോകുന്നത് അവൾ നോക്കി നിന്നു. താൻ പഴയതെല്ലാം മറന്നു. ഇല്ല, ഒരിക്കലുമില്ല. ഇനി ഞാൻ ഡേവിഡ് അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് പോവില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേണ്ട, ഒന്നും ആലോചിക്കണ്ട. മോനെ കൊണ്ട് പോവാൻ സമ്മതിച്ചത് അവൻ്റെ സന്തോഷം കൊണ്ട്. അവനെ ഇതുപോലെ പുറത്ത് കൊണ്ടുപോവാൻ ആരുമില്ല. ബാലച്ചനുണ്ട്, പക്ഷേ കടവിട്ടെങ്ങോട്ടും പോവില്ല. ഇപ്പോൾ എന്തു പറ്റിയെന്തോ എന്ന് പറഞ്ഞ് അവൾ തൻ്റെ ജോലി തീർക്കാൻ നോക്കി. തൻ്റെ ജീവിതം എന്നും തൻ്റെ രാവണൻ്റെ കൂടെ ആയിരിക്കുമെന്ന് അറിയാതെ. കാറിൽ കയറിയപ്പോൾ തന്നെ കുഞ്ഞൂട്ടൻ ബാലൻ്റെ അടുത്തേക്ക് തന്നെ പോയിരുന്നു. തൻ്റെ മോൻ തന്നോട് കാണിക്കുന്ന അകലം കണ്ട് അവന് സങ്കടം തോന്നി. എന്നാൽ തൻ്റെ തെറ്റിദ്ധാരണ മൂലം തന്നിൽ നിന്ന് അകന്നു പോയ ഭദ്രയുടെ മുഖം കാണവേ ഡെവിയുടെ മിഴികൾ ഈറനണിഞ്ഞു. ഭദ്രയും കുഞ്ഞൂട്ടനും തൻ്റെ ജീവിതത്തിൽ നിന്നും ഏറെ ദൂരെയാണെന്ന് അവന് മനസ്സിലായി.
ഡേവിഡ് നിറഞ്ഞ മിഴികളെ ഒഴുക്കാൻ വിട്ട് അവൻ പുറത്തേക്ക് നോട്ടമിട്ടു. അപ്പോഴും കുഞ്ഞൂട്ടൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ബാലൻ്റെ മടിയിലിരുന്ന് തുള്ളൽ തുടങ്ങി. അത് കണ്ട് കാശി ചിരിച്ച് ഡേവിഡിനെ നോക്കി. അവൻ വേറെന്തോ ആലോചിച്ചിരിക്കുന്നത് പോലെ കാശിക്ക് തോന്നി. അപ്പോഴേക്കും ബാലൻ്റെ ഫോൺ അടിച്ച് ബാലൻ ഫോണെടുത്ത് സംസാരിക്കുന്നതും അവർ രണ്ടുപേരും നോക്കിയിരുന്നു. ഡേവിഡ്, എനിക്ക് കടയിൽ പോകണം. കുറച്ചാളുകൾ അവിടെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഇനി എന്തു ചെയ്യും? കുഞ്ഞൂട്ടനെയും കൊണ്ട് കടയിൽ പോവാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങാം. നിങ്ങൾ കറങ്ങി വരൂ. ഞാൻ കടയിൽ തൽക്കാലം പോയത് പാറുട്ടി അറിയണ്ട, പറഞ്ഞ് ബാലൻ ഡേവിഡിനെ നോക്കി. അവൻ തലയാട്ടി സമ്മതിച്ചു. ബാലൻ്റെ കടയെത്തിയതും അയാളെ അവിടെ ഇറക്കിയിട്ട് അവർ കറങ്ങാൻ പോയി. കുഞ്ഞൂട്ടൻ ഡേവിയുടെ കയ്യിലായിരുന്നു. കാശി കുഞ്ഞൂട്ടനെ നോക്കി പിന്നെ ചിരിച്ചുകൊണ്ട് കാറെടുത്തു. കുന്നിൻ്റെ അടുത്ത് അവൻ കാറ് നിർത്തി. കാശി ഇറങ്ങി. അവൻ്റെ പിന്നാലെ ഡേവിഡും ഇറങ്ങി. കുഞ്ഞൂട്ടാ, നിനക്ക് ഞങ്ങളെ മനസ്സിലായോ? കാശി കുഞ്ഞൂട്ടനെ നോക്കി ചോദിച്ചു. അവൻ തലയാട്ടി ചിരിച്ചുകൊണ്ട് മനസ്സിലായി എന്ന് പറഞ്ഞു. എങ്കിൽ പറ, ആരാ ഞങ്ങൾ? ആ വീട്ടിലെ അങ്കിൾമാരല്ലേ? തലയാട്ടി പുഞ്ചിരിയോടെ പറയുന്ന കുഞ്ഞൂട്ടനിലായിരുന്നു ഡേവിഡിൻ്റെ ശ്രദ്ധ. തന്നെയും കൂട്ടിയാണ് കുഞ്ഞ് അങ്കിൾ എന്ന് പറഞ്ഞത് അവനെ നൊമ്പരപ്പെടുത്തിയെങ്കിലും അവനറിയാമായിരുന്നു അതിന് താൻ അർഹനാണെന്ന്. കുഞ്ഞൂട്ടൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞ് ഡേവിഡിൻ്റെ നേരെ വിരൽ ചൂണ്ടി. ഇത് മോൻ്റെ അച്ഛയാ. കാശി, വേണ്ട. ഡേവിഡിനെ ചൂണ്ടി സത്യം പറയാൻ കാശി തുടങ്ങിയതും ഡേവിഡ് അവനെ തടഞ്ഞു. കുഞ്ഞൂട്ടൻ അവരെ രണ്ടുപേരെയും നോക്കി. കാശി അവനെ നോക്കി നിന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞുനാവിൽ നിന്ന് അത് കേൾക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും എൻ്റെ പെണ്ണിനോടും കുഞ്ഞിനോടും ആരും ചെയ്യാത്ത തെറ്റ് ചെയ്തവനാണ് ഞാൻ. എനിക്ക് യോഗമുണ്ടെങ്കിൽ അതിൻ്റെ പെണ്ണിന് എന്നോട് ക്ഷമിക്കാൻ കഴിയുന്നു അന്ന് മതി. ഭദ്രയുടെ വാക്കുകളിൽ നിന്ന് എൻ്റെ മോൻ അറിഞ്ഞാൽ മതി അവൻ്റെ അച്ഛനെ. നീ പറയുന്നതൊക്കെ ശരിയാണ് ഡെവി. എന്നാൽ എല്ലാവരേക്കാളും ഒറ്റപ്പെട്ട ശ്രീകുട്ടി തെരഞ്ഞെടുത്ത് മൂടുപടമാണ് അവളിലെ ഇന്ന് കാണുന്ന വാശി. അതൊരിക്കലും നിന്നിലേക്ക് അവളെ എത്തിക്കില്ല. അവളെ മാറ്റി ചിന്തിക്കാൻ ഞാൻ കണ്ടിട്ട് ഒരാൾക്ക് കഴിയൂ. ആർക്ക്? ഡേവിഡ് കാശിയോട് ചോദിച്ചു. ഇവന് തന്നെ. ഡേവിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞൂട്ടനെ നോക്കി കാശി ഡേവിഡിനോട് പറഞ്ഞു. അല്ലടാ ചെക്ക എന്ന് പറഞ്ഞ് കാശി കുഞ്ഞൂട്ടൻ്റെ വയറ്റിൽ ഇക്കിളിയാക്കി. അത് കണ്ട് കുഞ്ഞൂട്ടൻ കുലുങ്ങി ചിരിച്ചു. നമ്മളിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ശ്രീ കുഞ്ഞൂട്ടന് ജീവനാണ് എന്നും ഇവന് വേണ്ടി അവൾ എന്തും ചെയ്യുമെന്നും. നീ ഇവനുമായിട്ട് അടുത്താൽ ഇവന് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്നാവണം. അങ്ങനെയെങ്കിൽ അവൾ നമ്മളുടെ ഒപ്പം വരും. കുഞ്ഞൂട്ടന് വേണ്ടി അവൾ വരും രവി. നിന്റെ ഭദ്ര, രാവണന്റെ ഭദ്രയായി അവൾ വരും.